ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ചെമ്മീൻ മസാല. വളരെ സ്വാദിഷ്ടമായ ചെമ്മീൻ മസാല വളരെ ഈസി ആയിട്ട് എങ്ങനെ തയ്യാറാക്കാമെന്ന് നമുക്ക് നോക്കാം. വെൽക്കം ടു ദ വീഡിയോ. സ്വാദിഷ്ടമായ ഒരു കൊഞ്ച് കറി തയ്യാറാക്കാം. 1/2 കിലോ കൊഞ്ച് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ആദ്യമായി കൊഞ്ചൊന്ന് മാറിനേറ്റ് ചെയ്തെടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, കാശ്മീരി ചില്ലിയാണ് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത്, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല, 1 ടീസ്പൂൺ വിനാഗിരി. ഇതെല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം. കൊഞ്ച് പൊടിഞ്ഞു പോകാത്ത രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി കൂടി ചേർത്ത് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പും ചേർത്ത് ഇളക്കി 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. കറി തയ്യാറാക്കുന്നതിന് വേണ്ടി ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടാക്കി അതിലേക്ക് 5 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചോപ്പ് ചെയ്തത് ഇട്ട് കൊടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമണം മാറുന്നത് വരെ നന്നായിട്ട് ഇളക്കി കൊടുക്കാം. വെളുത്തുള്ളിയുടെയും ഇഞ്ചിയുടെയും പച്ചമണം മാറി വരുമ്പോൾ അതിലേക്ക് 2 മീഡിയം സൈസ് സവാള ക്യൂബുകളായി കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കാം. സവാള ചേർത്ത് നന്നായിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. സവാള ഒന്ന് ചെറുതായി വഴണ്ട് വരുമ്പോൾ അതിലേക്ക് 2 പച്ചമുളക് ചെറുതായി കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കാം. പച്ചമുളകും ചേർത്ത് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പും ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. സവാള ഒന്ന് ബ്രൗൺ കളർ ആയി വരുമ്പോൾ അതിലേക്ക് ഒരു തക്കാളി കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം. തക്കാളിയും ചേർത്ത് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. തക്കാളി ഒന്ന് വഴണ്ട് വരുമ്പോൾ അതിലേക്ക് നമ്മൾ നേരത്തെ മാറിനേറ്റ് ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്ന കൊഞ്ച് ചേർത്ത് കൊടുക്കാം. കൊഞ്ചും ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് 1/2 കപ്പ് വെള്ളം കൂടെ ഒഴിച്ച് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. കറി നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് കൂടി ഒഴിച്ചു കൊടുക്കാം. ടൊമാറ്റോ സോസും ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. കറി ഒന്ന് കുറുകി വരുന്നതിന് വേണ്ടി 5 മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഒന്ന് തിളപ്പിച്ചെടുക്കാം. വളരെ സ്വാദിഷ്ടമായ കൊഞ്ച് മസാല ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.